പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സാർ ഒരല്പം പതറിയിരിക്കുകയാണ്. ഏർലി മോർണിംഗിൽ എഴുതിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ചിന് ചിക്കൻ കറിയും കരിമീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശേഷമില്ലേ, ഇയറെണ്ടൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയൊക്കെ നമുക്ക് നമ്മളുടെ വീട്ടിൽ വേണ്ടേ. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ചാച്ചനും മാമയും വരുന്നുണ്ട്. പിന്നെ ആ ഒരു കാരണം പറഞ്ഞ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ സംഭവമായ കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസത്തിനാണ്. പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർക്കുവാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം പൊടികൾ മാത്രമാണ് നമ്മളെപ്പോഴും ചേർക്കുന്നത്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ മാത്രമേ ഞാൻ എൻ്റെ എല്ലാ കറികൾക്കും ചേർക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ കറിക്കും ആ പൊടികൾ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് ഈ പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ ഇത്ര മാത്രം ചേർത്ത് കൊടുക്കണം നമുക്ക് കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. 1 കിലോ എടുത്താൽ 1 കിലോയുടെ, 1 കിലോ എടുത്താൽ 1/2 കിലോയുടെ അളവ്. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു. അത് നല്ലതുപോലെ ഒരു ജ്യൂസി പരുവത്തിലാക്കി നല്ലപോലെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്തു. ഫ്രൈ ചെയ്യല്ല, പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളതങ്ങ് അടച്ച് വെച്ച് നല്ലതുപോലെ കറിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചാറൊക്കെ നല്ലതുപോലെ ആ വെള്ളം ഒഴിച്ചതൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ചേർത്തെടുത്തു. അതാ ഞാനതെല്ലാം റെഡിയായി സ്റ്റൗവിൽ നിന്ന് മാറ്റി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. മീൻ വറുത്ത അതേ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ജിയക്കുട്ടി ഒക്കെ വന്നു. ജിയക്കുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. കാരണം ഒരു 3-4 ദിവസം കൂടി കാണുവാണ് കേട്ടോ. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ഈ ക്രിസ്മസിൻ്റെ അന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ജിയക്കുട്ടീനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ. അച്ചാച്ചനും മമ്മിയും കൂടെ അവളെ കൊണ്ടുവരുമായിരുന്നു. അപ്പം അവൾ വന്നു. ഒരു കുറേ സമയം അതിലിൻ്റെ പുറകെ പോയി. അത് നേരത്തേക്ക് സ്റ്റൗവൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റി അതിനുശേഷം തക്കാളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ പൊടികളെല്ലാം അതിലേക്ക് ഇട്ടു കേട്ടോ. പൊടികൾ എടുക്കുന്ന വീഡിയോ ഈ കുട്ടി വന്ന സന്തോഷത്തിൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് നമ്മളൊരു വാഴയില എടുത്തു. വാഴയിലയിലേക്ക് ആ ഗ്രേവി ഒന്ന് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫിഷ് വെച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്രേവി വെച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് ഫിഷിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് തന്നെ ഇതുപോലെ ആ വാഴയില കൊണ്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ അധികം കരിമീനൊന്നും എടുത്തില്ല, 3 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം കൂടി കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരല്പം ഓയിലൊക്കെ നമ്മൾ അതിൽ, കാരണം ഓൾറെഡി ആ പാത്രത്തിൽ ഓയിലുണ്ടല്ലോ. നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതിനകത്ത് അല്പം ഓയിലൊക്കെ ഉണ്ട്. അതങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നമ്മളത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ പോകണം. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കരിമീൻ പൊള്ളിച്ചതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി കസിൻ സിസ്റ്ററിൻ്റെ കല്യാണമായിട്ടുണ്ട്. അപ്പോൾ അവളെ കല്യാണം കഴിക്കുന്ന ചെക്കനും ഫാമിലിയും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരിവിടെ അടുത്താണ് താമസിക്കുന്നത് കേട്ടോ. അപ്പം മമ്മിയും അച്ചാച്ചനൊക്കെ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇതാണ് കല്യാണം കഴിക്കുന്ന ചെറുക്കന്. അവൻ്റെ പേര് ദീപു എന്നാണ്. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ കുറച്ച് പൂത്തിരിയാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ച് നമ്മളങ്ങോട്ടൊക്കെ ആഘോഷിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.